അപ്പം ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് എക്സ്കേപ്പ് ലാവ ഫ്രം ബ്രെയിൻ റൂട്ടാണ്. അപ്പോൾ ഗായ്സ് ഇതിലെന്തോ ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ കയറിയപ്പോഴാണ് ഇവൻറ്റ് നടക്കുന്നത്. എന്താണെന്നൊരു ഒരു അവസ്ഥ അറിയില്ല ഗായ്സ്. പക്ഷേ ഇത് ലാവയാണ്. എനിക്കൊരവസ്ഥ അറിയില്ല ഗൈസ്, ഇത് ലാവയാണോ എന്താണെന്നൊന്നും തിരിച്ചറിയാൻ പോലും കാണില്ല. നമുക്ക് എന്തായാലും ലാവ വീണിട്ട് ഓക്കെ ഗൈസ്, നമ്മൾ ഹൈറ്റ് ചാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കയറാം. എന്നിട്ട് ഇതങ്ങോട്ട് എടുക്കാം. ഇത് കയറി അവിടെ സ്റ്റീൽ ചെയ്യാൻ കഴിയാത്ത സ്റ്റീൽ ചെയ്ത് ഒമ്പോ ഗൈസ് ജസ്റ്റ് അത് ആദ്യം കാണിക്കുന്നു തോന്നുന്നുണ്ട്. നമ്മൾ എന്തായാലും ലാവ വീണിട്ട് അവിടെ പോവാം. നമുക്ക് $25 കാര്യങ്ങളൊക്കെ കിട്ടി. $25 പെർ സെക്കൻഡ്. നമുക്ക് വേഗം പോവാം ഗൈസ്, വേഗം പോകണം ഗൈസ്. അപ്പം ഈ ഗെയിമിൻ്റെ പേര് എസ്കേപ്പ് ലാവ ഫ്രം ബ്രെയിൻ റൂട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും വന്ന് കളിക്കാം. കുഴപ്പമില്ലാത്ത ഗെയിമാണ്. അത്യാവശ്യം രസമൊക്കെ ഉണ്ട് കളിക്കാൻ. ഓക്കെ, നമുക്കിതൊന്ന് അപ്ഗ്രേഡ് ആക്കാം. നല്ല അപ്ഗ്രേഡ് ആക്കട്ടോ. നമ്മളൊരു $119 പെർ സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേക്ക് നല്ല കിട്ടും. അപ്പോൾ നമുക്ക് 4.1K ഒരു K ഉണ്ട് കേട്ടോ. 4.1K എന്താ ചെയ്യുക, 5 കൂട്ടാ. 3.2K നമ്മളെന്തായാലും എടുത്തത്. എന്താ ഇവിടെ ചെറിയായിട്ടൊരു ബഗ് ഉണ്ട് കേട്ടോ. ഇതാണ്. ഓക്കെ, റീബർത്ത് ചെയ്യണം. റീബർത്ത് ചെയ്യണം. 41 സ്പീഡാണ് കേട്ടോ. എന്നാലേ റീബർത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ചാടാൻ പറ്റൂ. ചാടി ഓ ജസ്റ്റ് മിസ്. ടമ്പോ ഇപ്പം തന്നെ പടായിരുന്നു നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മളെ ഇവൻറ്റ് കഴിഞ്ഞിട്ടോ. കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരം ഉണ്ടല്ലോ. ഇത് കയറിയെടുക്കാം. ഈ ചെമ്മീൻ $10 പെർ സെക്കൻഡാ. നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനം വാങ്ങണം ഗൈസ്. ഇത്രയൊട്ടൊന്നുമല്ലേ ലാവ എന്നാണ്. എന്തായാലും ലാവ പൊന്തുമ്പോൾ മറ്റേ ചിഹ്നം കാണിക്കുന്നത് നന്നായി. വേഗം നമ്മളടുത്തുള്ള ഏതെങ്കിലും ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കാനും നമുക്ക് വേഗം ചാടാം. എന്നിട്ട് നമുക്ക് നല്ല ഓക്കെ 1K അല്ല 3K. എൻ്റെ മോനെ 3Kൻ്റെ സാധനം അടിച്ച്. അല്ലോ കേസ് നമ്മൾ പെട്ടോ ഇല്ലയോ? ജസ്റ്റ് മിസ് ചെയ്യാൻ ശേഷം പെട്ട് വിചാരിച്ചു. ഇനി വേഗം പോകണം. 3Kൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. ഇനി നമുക്ക് നേരെ പോവാം. കാരണം 3Kൻ്റെ സാധനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. ഓക്കെ, നമുക്ക് അത്യാവശ്യത്തിനുള്ള പൈസ ഞാനൊക്കെ ഇതൊന്നും കിട്ടിയാൽ നമുക്ക് ഒരിക്കലും K പെർ സെക്കൻഡ് ഒന്നും കിട്ടിയിട്ടല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം സ്ഥലം വിടാം. ഓക്കെ, നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് ഫൈനലി. നമ്മളങ്ങനെ 3Kൻ്റെ ബ്രെയിൻ റൂട്ട് ഗൈസ്. 3K പെർ സെക്കൻഡ്, 3.1K പെർ സെക്കൻഡ്. എടാ മോനെ, എടാ ഗൊമ്മാലെ, ഈ പൈസ തന്നെ എടുത്തിട്ട് ഇവനെ തന്നെ അങ്ങ് അപ്ഗ്രേഡാക്കാം. 6K പെർ സെക്കൻഡോ, അത് പൊളിച്ച് കേസ് പൊളിച്ച്. 49K അള്ളിയ സീൻ. ഓക്കെ, ഇനി നമുക്ക് എത്ര സ്പീഡ് കൂട്ടാൻ നോക്കാം. നമുക്ക് 10 സ്പീഡ് കൂട്ടാം. വലിയ സീനൊന്നുമില്ല. നമുക്ക് 10 സ്പീഡ് കൂട്ടാം. ഒന്നുകൂടി 10 സ്പീഡ് കൂട്ടാം. റീബർത്ത് ചെയ്യാനായിന്. റീബർത്ത് ചെയ്തിട്ട് ജമ്പിൻ്റെ വേറെ സാധനം ഉണ്ടോ? എടാ എന്താ ഫ്രീ എന്താ കോയിനൊക്കെ കൊടുക്കാൻ വേണ്ടല്ലോ. എന്ത് വേണമെങ്കിൽ മനസ്സിലാവണം ജേസിക്ക്. അവിടെ കോയിനുണ്ടോ? ക്യാരി 5 മില്യൺ അതൊന്നിപ്പോൾ കഴിയില്ല. എന്തായാലും ഇവിടെ സ്പിന്നുണ്ട്. ഫ്രീ സ്പിൻ. 2 ഫ്രീ സ്പിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ബ്രെയിൻ റൂട്ടിനെ കിട്ടിയാൽ മതിയെന്ന്. 25 കോയിൻ കിട്ടി. അപ്പോൾ നമുക്ക് കോയിൻ കൊടുക്കാമല്ലേ? എന്താ ഇതെന്ത് സാധനം?
നമ്മളെ ഇതോടെ ഹോം ഇവിടെ. ഇതെന്താ സാധനം? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഓ മൈ ഗോഡ്. ഇപ്പം കയറിയിട്ടുണ്ടെങ്കിൽ തീരുമാനമായി നമ്മളെ കാര്യം. എന്നെങ്കിൽ നമുക്ക് 52 ആക്കാം. വേഗം കയറിയിട്ട് നമ്മൾ പൈസ ഒക്കെ എടുക്കാം. 600K അളിയ സീൻ. 100 എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്ക് വേഗം വിടാം. അവിടെ ജമ്പ് എന്ത് സംഭവം? നമുക്കെന്താ ജമ്പാ കഴിയാത്തേ? ഗായ്സ് നമുക്ക് 200K സാധനം വേണ്ട ഗായ്സ്. കാരണം നമുക്ക് ഒരു 1K അങ്ങനത്തെ റേഞ്ചിലുള്ള സാധനങ്ങൾ മതി. അതെന്താ പറയുക ഗൈസ്, നമുക്ക് 3K എന്തോ സാധനം കിട്ടിയിരുന്നു ഗൈസ്. നമ്മൾ ഇതിലൊന്നല്ല കിട്ടിയത്, ഇതിന് തൊട്ട് അപ്പുറത്തേല കിട്ടിയത് ഗൈസ്. അതെങ്ങനെ 3K സാധനം എനിക്ക് ഒരു പിടുത്തമില്ല. ഞങ്ങൾ കേകളിലേക്ക് എത്തിക്കണം ഗൈസ്. ഇതെത്ര കേ അമ്മ ഇതൊക്കെ എടാ മൂഞ്ചി എടാ ഏറ്റവും മണ്ടക്കോട്ട് നിക്കണ. Emotional damn it. ഗൈസ് എന്തത് നല്ല മുകളിലേക്ക് കണ്ടില്ലല്ലോ ആ സമയത്തൊക്കെ ഗൈസിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് കുറേ സാധനങ്ങൾ വേണം. എന്തായാലും ഏറ്റവും വലിയൊരു മലേൻ്റെ മുകളിലേക്ക് തന്നെ നിൽക്കാം. ചാടി ഓ ഇത് എപ്പിക്കുള്ള സ്ഥലമാണ്. എപ്പിക്കൊക്കെ ഉള്ള സ്ഥലമാണ് തോന്നുന്നുണ്ട്. ഹീൻ്റെ അപ്പുറത്തേക്ക് പോകണം. എപ്പിക്കൊന്നും നമുക്ക് പോരാ. എപ്പിക്കിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകണം. എപ്പിക്കിനെക്കാട്ടി കൂടുതൽ നമുക്ക് വേണം. ഓക്കെ, നമ്മൾ ആ റേഞ്ചിലുള്ള ആൾക്കാരതെന്താ ആടോ നമുക്ക് നോക്കാം. ലാവൻ്റെ ലെവലനുസരിച്ച് നോക്കണം. ചാടി വെച്ചു. അല്ലടാ, അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മുങ്ങലേരി വെറുതെ അങ്ങോട്ട് ഇത്ര പോകുന്ന ന്യൂ ബ്ലോക്സാ. അടാ അതാരാ ഇപ്പം ചാടിപ്പോയത്? ശരിക്കത് യൂട്യൂബറാണോ? അതായില്ല. ഓക്കെ, 1K കയറി മച്ചു എടാ എവിടെയെങ്കിലും കയറടാ. എവിടെയെങ്കിലും കയറടാ. കയറാൻ കഴിയില്ല. സെഡക്ക് ഇതാണ് പ്രശ്നം. കയറാൻ നമുക്ക് പെട്ടെന്ന് കഴിയില്ല. ഇവിടെ ന്യൂ ബ്ലോക്സ് ഉണ്ട് തോന്നുന്നു. നമ്മുടെ ന്യൂ ബ്ലോക്സ് കേട്ടല്ലോ. ഇത് ഒറിജിനൽ ന്യൂ ബ്ലോക്സ് ആണോ? സ്പ്രിങ്ങോ? ഇതിനൊക്കെ റോബക്സ് വേണം. നമുക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 1 മില്യൺ അടിച്ച് ഗായ്സ്. 1.2 മില്യണായി. ഓ ഇനി 5.1. ഓക്കെ, നമ്മളെ ഒരു ഫ്രണ്ട് ഇവിടെ കയറിയെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. നോക്കട്ടെ, വല്ല സ്റ്റീൽ ചെയ്യാൻ കഴിയുമോ? ഓ അതിനും റോബക്സ് വേണം. അപ്പോൾ റോബക്സ് കളിക്കുന്നതിനേക്കാൾ സുഖമാണ്. ഇതിനാണെങ്കിൽ ലോക്ക് ഇട്ടേക്കാനും കഴിയില്ല. ഈ ഇങ്ങനെ ഒന്ന് സ്റ്റീൽ ചെയ്യാനാണ് തോന്നുന്നുണ്ട്. 80 റോബക്സിക്ക് അറിയില്ല. എന്താണെങ്കിലും നമ്മൾ കുറേ പൈസ ഉണ്ടാക്കാം അവിടുന്ന്. നമുക്ക് ഇതിനങ്ങോട്ട് കൂട്ടിയാലോ? ഒരു ഓ ഇല്ല ഇപ്പം തന്നെ നമുക്ക് എത്ര കയറ്റി അറിയില്ല. 600 കയറ്റി. അപ്പം നമുക്ക് വേഗം പോവാം ഗൈസ്. നമുക്ക് വേഗം റോബക്സ് എടുക്കാൻ പോവാം. അല്ല റോബക്സ് 100 ഉണ്ട് ഗൈസ്. നമുക്കിത് പോരാ. ഇടക്കൊന്ന് കയറി മച്ചൊന്ന് കയറി. ഓ ഇവിടെ കയറാ. എൻ്റെ മോനിതെന്ത് കയറത്ത്? ഇതാണ് ഗൈസ് പ്രശ്നം. എനിക്ക് അതിനാണ് ഗൈസ്. 3.1K ആണ്. ഞാൻ മീനും പൂച്ചങ്ങാടിയുള്ള സാധനം. അയ്യേ 300K ആണ്. 3.3 അമ്പോ എടാ ഇതെന്ത് ടഫത്. ഇത് പെട്ടെന്ന് ലാഭ കയറുന്നുണ്ട് ഗൈസ്. ഇത് പെട്ടെന്ന് നമ്മളിങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ നല്ലപോലെ അങ്ങോട്ട് നടക്കാൻ പോലും സമയം കിട്ടില്ല. അതിൻ്റെ മുന്നേ ലാവിങ് കാര്യങ്ങളൊക്കെ റീബർത്ത് ചെയ്യണ്ടേ?
ഫാ റീബർത്ത് ചെയ്യാൻ പറഞ്ഞു ഗൈസ്. എന്താണെങ്കിലും ഇതിനെ മണ്ടക്കോട്ട് വലിഞ്ഞ് ഇത് പോരാ ഗൈസ്, ഇത് പോരാ മച്ചു, ഇത് പോരാ. നമുക്ക് ചാവാം ഗൈസ്, നമുക്കൊന്ന് ചാവാം. യെസ് അല്ല, നോ അല്ല കൊടുക്കണ്ടേ. നമുക്കൊന്ന് ചാവണം ഗൈസ്. A few minutes later. അതിനോട് ചത്താണ്. നമുക്ക് ഇത്ര സ്പീഡൊന്നും പോരാ ഗൈസ്. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇനി റീബർത്ത് ചെയ്യാം. ഇതെന്താ, എന്തൊക്കെയാ വേണ്ടത്? ഓ, വേറെ ഇതൊരു ടയറിൻ്റെ രൂപത്തിലുള്ള ബ്രെയിൻ റൂട്ടും വേണം ഇനി റീബർത്ത് ചെയ്യാൻ. അമ്പോ, ടയറിൻ്റെ രൂപത്തിലുള്ള ബ്രെയിൻ റൂട്ടിന് തപ്പി നടക്കാണല്ലോ. ടയർ ബ്രെയിൻ റൂട്ട് ഉണ്ടോ? ടയർ ബ്രെയിൻ റൂട്ട് നമുക്കെന്തായാലും കിട്ടി വെച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ബ്രെയിൻ റൂട്ടിന് എടുത്ത് കണ്ട് അവിടെ കൊണ്ടുപോയി വെക്കാം. നമുക്കിനി കുറച്ചും കൂടി പൈസ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ചും കൂടി എല്ലാം നല്ല പൈസ ആവശ്യമുണ്ട് കേസ്. അതിനെക്കൊണ്ട് ഇത് ജമ്പിന് എന്തെങ്കിലും കൂടാണ്ടോ? ജമ്പിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാണ്ടോ? ഒരവസ്ഥ നമുക്ക് ജമ്പ് ഭയങ്കര കുറവാണ്. എന്താണ് ഇങ്ങനെ ആയാലോ? ഉള്ള പൈസ വെച്ചിട്ട് ഇതിനെ കൊണ്ട് കൂട്ടാം. എടാ, ഇവൻ്റ് വന്ന് ഇനി മാസ് കേസ്. ഇനി നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. അതിൻ്റെ കൂടെ ആ ടയറിനെയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനങ്ങോട്ട് മുക്കാം. അതെ, ഈ ബ്രെയിൻ റൂട്ടല്ല, ഈ ടയർ ബ്രെയിൻ റൂട്ടല്ല കേസ് നമുക്ക് വേണ്ടത്. നമുക്കിവിടെ ചാടി നിൽക്കാം എന്തായാലും. ഓ, കേറ് മച്ചു, പ്ലീസ് കേറ്. ഓക്കെ, ഇതെത്രയാ? നമുക്ക് കെ/s കിട്ടി കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ലെന്ന് കേസ്. ഇത് ഫുള്ളും $350, $370 അങ്ങനെയൊക്കെയാണ്. നമുക്ക് കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. കുറേ സാധനങ്ങളുണ്ട് കേസ്. ഇതെത്ര കെ ആണോ? മൂഞ്ചി 8 നില മൂഞ്ചി. ശരിക്കലും ഇല്ല. എടാ, ലക്ക്. അതെത്രയാ? $500 കേസ്. കെ ഒന്നും ഇല്ല അവിടെ. ഓക്കെ, 1K സാധനം കിട്ടിയിട്ടുണ്ട്. 1K മതി ഇപ്പം, തൽക്കാലത്തിന് 1K മതി. നമുക്ക് പപ്പായ സമയമില്ല. അപ്പോഴത്തിന് ഇതെന്താ ഇടിവെട്ട് മഴ വിത്ത് ലാവ. വാവു, വാട്ടെ കോംബോ. അപ്പം നമുക്ക് 1K/s സാധനം കിട്ടിയിരുന്നു. എന്തൊരു ജഗ്. നമുക്ക് എന്തായാലും ഇതിപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കാം. ബ്രെയിൻ റൂട്ട് അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളിച്ചോളി. ഇവനും കൂടി ഇങ്ങോട്ട് കൂട്ടണം. നമുക്ക് മാക്സിമം കൂട്ടാം, കഴിയണത്ര കൂട്ടാം. നമുക്ക് 5 മില്യൺ ഓൾറെഡി ആയി. നമുക്കൊരു കാര്യം കൂടി കൂട്ടാം യെസ്. അല്ല, ആവായില്ലേ? നമുക്ക് 5 മില്യൺ ഓൾറെഡി ആയി. നമുക്കൊന്ന് പെറുക്കിയിട്ട് ആരതും കൂടി കൂട്ടാം, 5 മില്യൺ. അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം എല്ലാവരും സന്തോഷത്തോടെയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗായ്സ്, നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.